ഹായ് ഗൈസ്, ഞാൻ ഷിൽന. ഞാൻ മിൻഹ. ഞങ്ങൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പ്രശസ്തമായ കളിയാട്ടമുക്ക് ഭഗവതി ക്ഷേത്രത്തിലാണുള്ളത്. മലയാള മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഇവിടെ കളിയാട്ടത്തിന് തുടക്കം കുറിച്ചു. 31-ാം തീയതി വെള്ളിയാഴ്ച ഇതേപോലെയല്ലേ ക്ഷേത്രം കാണാം. കടൽ പോലെ ആൾക്കാർ ഇവിടെ ഉണ്ടാവുക. ഋതധാമപരാജിത ദുരാവഹ പ്രണവാത്മിക അധികസ്വരാതുതിശാരദ നമോസ്തുതേ ശ്യാമാംബരം മുഖസാഗരം തുളസീദള. സൗഹാർദ്ദത്തിന് പേര് കേട്ട ഉത്സവം കൂടിയാണ് കളിയാട്ടം. ഒരുപാട് പുൽക്കുതിരകൾ സംഘമായി വന്ന് ഇവിടെ തല്ലി തകർക്കും. ഒരുപാട് ദേശത്തിലുള്ള നാനാജാതി മതസ്ഥരും ഇവിടെ കളിയാട്ടം കാണാനായി രാവിലെ മുതൽ വരും. ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് കാർഷിക ചന്തയിലാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഇവിടെ പല പല ചെടികളുണ്ട്. അവിടെയൊക്കെ ഈ കായ ഉള്ളതാണ്. അമ്പായങ്ങ, നാരങ്ങ, അങ്ങനെ പല ചെടികളുണ്ട്. ഇതൊക്കെ ഒക്കെ പിന്നെ നല്ല മുഖത്തിൻ്റെ പോലത്തെ ചട്ടിയുള്ള ചെടികൾ, തൂക്കിച്ചെടികൾ, പല പല ചെടികളുണ്ട്. അപ്പം ഞങ്ങൾ ഈ ചെടിൻ്റെ കടയിലാണ് വന്നത്. ഇവിടെ മുല്ലച്ചെടികൾ, തൂക്കിച്ചെടികൾ, പല ചെടികളുണ്ട്. ഇതൊക്കെ നിങ്ങൾ 2-3 ദിവസത്തിന് മുമ്പ് വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിപ്പോവാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തിരക്കും. ആൾക്കാർ വാങ്ങിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. കുറേ കായ്കളുണ്ട് ഇവിടെ. സപ്പോർട്ട് ഉണ്ട്, അമ്പായങ്ങ ഉണ്ട്, ചക്ക, ചെറിയ ചക്ക ഉണ്ട്, പേരക്ക ഉണ്ട്, നേരങ്ങ ഉണ്ട്, ചെറുനേരങ്ങ ഉണ്ട്, എല്ലാത്തരം കായ്കളും ഇവിടെ ഉണ്ട്. ചിലതിൻ്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് അറിയുന്നതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു പോവുകയാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമായി. ഇതൊക്കെ നല്ല ഹാർട്ടിൻ്റെ പോലെ അല്ലേ? ഇത് പല ഷേപ്പിലുള്ള ചെടികൾ പോലെ ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ ഇവിടെ മുള്ളിൻ്റെ ചെടി ഉണ്ട് കേട്ടോ ഗൈസ്. എത്തുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള, ഇതിൽ തുള്ളിയൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പം മഴ പെയ്തായിരുന്നു. അതുകൊണ്ട് ഗൈസ് ഞങ്ങൾ ഇപ്പോഴാണ് ഇത് കാണുന്നത്. ഇതൊന്നും മെയിൻ ചെയ്തിട്ടില്ലേ? ഇനി വലിയ പൂള ഗൈസ്, ഞങ്ങൾ അന്തം വിട്ടിട്ടോ. ഇവിടെ ഉണ്ട് എന്തോ സാധനം. മഴ ഇതാണേ കണ്ടാ മനസ്സിലാവോ? കണ്ടാ അവിടെ കെട്ടിച്ചാണ് ആപ്പിള്. ഗൈസ് ഇതിമേലൊക്കെ ആപ്പിൾ ഉണ്ടായിക്കണേ. അതൊക്കെ കൊത്തി തിന്നണേ. ഇതങ്ങനെ അതിന്റെ ചെറിയ ആപ്പിളാണ്. ഇത് ആപ്പിളാണ്. ഇത് കഴിഞ്ഞ് ചെറിയ പോലെ ഉണ്ടല്ലേ? പ്ലംസ് ഉണ്ട്. ഇത് പ്ലം ആണ് കേട്ടോ. പിന്നെ ചെടികളുണ്ട് ഇവിടെ. ഓർക്കാപ്പുളിന്റെ ഉണ്ട്. ഈ മാമ്പഴത്തിന്റെ ചെടികളാണിത്. പല പല ഇവിടെ മൽഗോവ ഉണ്ട്, മല്ലിക ഉണ്ട്, ഗുണ്ട് ഉണ്ട്, ഒരുപാട് പേര് മനസ്സിലാവാത്ത പേരാണ്. സിന്ദൂരുണ്ട്, ഹിമാബസന്ത് ഉണ്ട്. അങ്ങനെ പല പല മാങ്ങന്റെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ചെറിയ പ്ലാവ് കാണുന്നത്. ഇവിടെ പലതരം പൂക്കളുണ്ട്, തെച്ചിണ്ട്, പിന്നെ പല പല തെച്ചികളുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോസാപ്പൂക്കളുണ്ട്. ഇതാണ് പ്ലാസ്റ്റിക് പൂവാണ്. നല്ല രസമുണ്ട് കാണാൻ. കുറേ ഒരു പൂന്തോപ്പ് പോലെ വിടർന്ന് കിടക്കുന്നുണ്ട്. ഇത് പിന്നെ എല്ലായിടത്തും കണ്ടുകൊണ്ട് പിന്നെ പേര് എനിക്കറിയില്ല. കുട്ടികളുണ്ട്, ഇത് ഇഷ്ടമായി. ഇവിടെ മൃഗങ്ങൾ പോലെയാണ്. ഇങ്ങോട്ട് കാണിച്ചിരിക്കും കുരങ്ങന്മാര്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞു കുട്ടികളൊക്കെ ഇതിന് വേണ്ടിയിട്ട് കരയോ, അത് ഉറപ്പാണ്. ഇങ്ങോട്ട് എന്തായാലും വരുന്ന നോക്കുക. ഇവിടെ കുറേ കളിപ്പാട്ടങ്ങളാണ്. ഇവിടെ ഒക്കെ ടോയ്സ് ആണ്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ ആവാച്ചി കുട്ടികള്. ഇവിടെ കട്ട പോലത്തത്. ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ പല പല നല്ല ഭംഗിയുള്ളതാണ്. ഇതാണ് വെറൈറ്റി വള്ള പോലത്തെ സാധനമാണ്. ഇത് കളിക്കാൻ പറ്റും. ഇങ്ങനെ ആക്കുമ്പോ പലതും ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിന്റെ പല പല കളറുണ്ട്.
ഇത് അയാൾ ഇവിടെ കെട്ടി വെച്ചോണ്ട് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിച്ചേണ്ടത്. ഇതൊക്കെ കാണിച്ചിട്ടാണ്. നല്ല സോഫ്റ്റ് ഉണ്ട് ഗൈസ്. പിന്നെ ഒരുപാട് ടോയ്സ് ഉണ്ട്. ഇതൊക്കെ എന്ത് സാധനം? കുഞ്ഞു കുട്ടികൾക്കുള്ളതുണ്ട് ഇതൊക്കെ. ഇതൊന്നും ഞങ്ങൾക്ക് വാങ്ങി തരൂല. ഞങ്ങൾക്ക് വാങ്ങാൻ പൂതിയൊക്കെ ഉണ്ട്. കോഴിക്കുട്ടി ഗൈസ് ഇതിങ്ങനെ ചെണ്ടക്കാരനുണ്ട് കേട്ടോ ഇവിടെ. ഇത് കുട്ടികൾ കളിക്കണ മുയൽ ചേട്ടൻ ഇവിടെ കളിക്കാൻ കേട്ടോ ചെണ്ട. ഗൈസ് ഇവിടെ ഞങ്ങൾക്ക് പോവാൻ പോതില്ല, കാരണം ഞങ്ങൾ ഇനി കുറച്ചേരം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ ഉണ്ട്. അത് പല പല ഇതിലുള്ള ആൾക്കാർ. ഗൈസ് നോക്കൂ, കൊറോണ വൈറസ് ആണ് പുതിയ തരം ഇറങ്ങിയതാണ്. പല കളറുള്ളതുണ്ട്. പിന്നെ ഗൈസ് ഇതാണ് നമ്മളെ ഹലോ കിറ്റിന്റെ പിയാനോ. ഒരുപാട് രസമുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല രസം. ഗെയിം കേട്ടോ, അത് പല വെള്ളത്തിൽ കളിക്കുന്ന ഗെയിമാണിത്. ഇത് കണ്ടിട്ട് പൊട്ടിച്ചാൽ തോന്നിട്ട് സാധനം എടുക്കാൻ കിട്ടിയതാണിത്. ലൈറ്റ് കത്തുന്നതാണ്. ഇത് തലയിൽ വെച്ചാൽ മാലാകന്റെ പോലെയൊക്കെ തോന്നും. നല്ല ഒരു എയർബെൻഡ് ആണെന്നാ തോന്നുന്നത്. തൂവലിന്റെ ഈ കാണുന്നതാണ് മുട്ടിച്ചിറ ശുഹദാക്കളുടെ പള്ളി. മമ്പുറം തങ്ങളുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച പള്ളിയാണ് മുട്ടിച്ചിറ പള്ളി. 1841 നവംബർ 13 രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടി 11 പേർ മരിച്ച് അന്തിയുറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. അവരുടെ ഓർമ്മക്കായി വർഷം ഇവിടെ നേർച്ച നടക്കാറുണ്ട്. കളിയാട്ട ഉത്സവത്തിന് വരുന്ന ഹൈന്ദവ വിശ്വാസികൾ ഇവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ക്ഷേത്രത്തിൽ പോവാറ്. കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഗൈസ് റാബിറ്റ്. ആന ചെണ്ട ചായ കുടിക്കണ കപ്പാളുണ്ട് കേട്ടോ. ചെറുതും വലുതൊക്കെ ഉണ്ട്. ഇതെല്ലാം പൊട്ടിണാണ്, ശ്രദ്ധിച്ച് മാത്രം. ബ്യൂട്ടിഫുൾ ആണ്. ഇത് നമുക്ക് ഇങ്ങനെ മയത്തെ വൈകുന്നേരം നമുക്ക് പക്കവട ഇങ്ങനെ ഞാടിന് അടുക്കളയ്ക്കുള്ള സാധനമാണ്. കുറേ ചട്ടി, നമുക്ക് ചെറിയ മിനിയേച്ചർ ചട്ടികൾ, ഭരണികളുണ്ട് കേട്ടോ. കുഞ്ഞി ഭരണികളൊക്കെ ഉണ്ട്. ഇത് കാണിച്ചിട്ട് കുഞ്ഞി ഭരണികളുണ്ട്. 3 എണ്ണത്തിന് 100 റുപ്യാണ്. ഇവിടെ പല പല സാധനങ്ങളുണ്ട്. ബ്ലാക്ക് കളറുള്ള അടിപൊളി കടകളാണ് ഇവിടെ ഉള്ളത്. ഇന്ന് കുറച്ച് കടകൾ തുറന്നിട്ടുള്ളൂ. നാളെ ആകുമ്പോഴത്തേന് ഇതൊക്കെ പൂട്ടിയിട്ട് എല്ലാ കടകളും തുറക്കും. ഇത് നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇപ്പൊ വന്നാല് എല്ലാവർക്കും ഇവിടുന്ന് ആവശ്യമുള്ളതൊക്കെ വാങ്ങി പോവാം. നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോൾ വന്നാല് ഇവിടെയൊക്കെ ഫുള്ള് തിരക്കല്ലേ കാരം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളൊന്നും വാങ്ങാൻ പറ്റൂല. ഒരുപാട് കുട്ടികളോട് പ്രത്യേകിച്ച് ഇപ്പച്ചാളെ കീശ കാലിയാക്കണട്ടെ എന്തായാലും. പിന്നെ നമ്മളെ ഒരുപാട് കാർട്ടൂൺ ഫാൻസിന്റെ ആൾക്കാർക്കൊക്കെയാണ് ബലൂൺസ് ഉണ്ട്. ഹൈഡ്രജൻ ബലൂൺ ഉണ്ട്. ഹൈഡ്രജൻ ബലൂൺസ് ഉണ്ട്. നമുക്കൊന്ന് വാങ്ങിയാലോ? പല സാധനങ്ങൾ കൂടെ വാ ഗൈസ്, കോയിണ്ട്. ഒന്നും മനസ്സിലാവാത്ത ഷേപ്പ്. ഇതൊക്കെ മയില് അടിപൊളി രസമാണ്. നല്ല രസമുണ്ട്. പലതുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കണ പല വിമാനങ്ങളും. ഡ്രാഗൺ ചെറുതാണ്, തല നല്ല വലിപ്പമുള്ളതുണ്ട്. അടിപൊളി വെറൈറ്റി പിക്ചേഴ്സ് എന്തായാലും കാലിയാക്കണം കുട്ടികളെ. വെറുതെ വന്ന് പോവലല്ല പരിപാടി ചെയ്യേണ്ടത്. ഇതൊക്കെ വാങ്ങിച്ചു ഇവിടൊക്കെ ചക്കര മിഠായി ഉണ്ട്. മഞ്ഞയും കാപ്പിയും കളറുള്ളതുണ്ട്. ഞങ്ങൾ സാമ്പിൾ നോക്കാനാണ് കേട്ടോ. തിന്നോക്കട്ടെ. നല്ല ടേസ്റ്റ്. സത്യം പറയണേ, അയാൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ്, നല്ല ചൂടുള്ളതാണ് കേട്ടോ അത്. ഉണ്ടാക്കണതൊക്കെ ഇവിടെ കാണാം.
ചെറിയത് തോന്നുന്നേ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് guys. ചീനച്ചട്ടിന്റെ മോഡലാണ് കേട്ടോ, ചെറിയത് ചീനച്ചട്ടിന്റെ മോഡല്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ പൊടിക്കുന്നത്. ഇത് ഇല്ലാത്തതും കണ്ടിക്കണേ. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, പോസ്റ്റിന്റെ മേലെ ഫുള്ള് ഉണ്ട് കേട്ടോ പലതും. ഓഫറാണ്, പേര് ഓഫറാണ്. 2 ദിവസം ഉള്ളു. നിങ്ങൾക്ക് മാണേ വന്ന് അതൊക്കെ വാങ്ങി പോവാം. ബ്ലാക്ക് കളറിലെ നാളെ വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ചട്ട ഉണ്ടാവുള്ളൂ. ഇപ്പൊ വന്നാൽ നല്ല ഓഫറാണ്. ചേച്ചിയാ ഈ വളകൾക്കൊക്കെ എന്താ വില? ഈ വളകൾക്കൊക്കെ എന്താ വില? വാങ്ങാനല്ല, വിലകളൊക്കെ പറയാം. അടിപൊളി ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഈ വളക്കൊക്കെ എന്താ വില? കുപ്പി വളകൾക്കോ? നേരത്തെ കണ്ട് ടോയ്സിന്റെ പോലത്തെ മിനിയേച്ചർ വളയാണ്. നമുക്കുള്ളൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്ലിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പൂമ്പാറ്റന്റെ സ്വർണം പോലത്തെ വള. നല്ല രസം. ഓ ഗൈസ്, കൃഷി ചെയ്യുന്നവർക്ക് ഇതിലേതാ മലപ്പുറം കത്തി? ഇതൊക്കെ മലപ്പുറം. ഇത് അരിവാളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ സാധനം? ഇതെന്താ സാധനം? മരം കത്തി മൂർച്ചാക്കണതാണ്. പല പല കത്തികൾ നിൽക്കാം. ഗൈസ്, ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു തട്ടുകടയിൽ കയറി. ഞങ്ങൾ വലിയൊന്നും വാങ്ങണില്ല, കുറച്ച് വെള്ളം കുടിക്കാനാണ്. ഫ്രൂട്ടിയും പിന്നെ ഒരു ലേസും വാങ്ങി. ഇത് മതിയിട്ട് ഞങ്ങൾക്ക്, വേറെ ഒന്നും വേണ്ട. അത്ര വിശപ്പൊന്നുമില്ല. രാവിലെ പള്ള അരച്ച് തീറ്റിച്ച് വന്നതല്ല നമ്മളെ വേറെ സ്ഥലത്തും കൂടി എത്തിക്കണേ. കളക്ടറിന്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ കൊട്ട, ചട്ടി, മറ്റേതും മറിച്ചതും പലതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ വീശണ സാധനമാണ്. ഇതിന്റെ പേരെന്താ എനിക്കറിയില്ല. നോറ ഉണ്ടാണ്, പല പല സാധനങ്ങൾ വീശിപ്പാളാന്ന് പറയും. പിന്നെ ഇതാണ് നമ്മളിങ്ങനെ ആക്കുന്ന സാധനം തോന്നണേ. ഇതിന്റെ തൊപ്പി ഉണ്ടാവും. ഇതിന്റെ വലുത് അവിടെ ഉണ്ട്. പിന്നെ ഇത് നോക്ക്, ചിലതിന്റെ പേരൊന്നും അറിയാം. ഇതിന്റെ ചെറുതാണ് ഇവിടെ ഉള്ളത്. ഇതിന് വലിപ്പം അനുസരിച്ച് പലതും തന്നിങ്ങനെ. ഇതിന്റെ വില പറ്റാത്തോട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് വെച്ചുണ്ടാക്കിയത് കാണുന്നത്. അപ്പൊ ശരിയാവൂല, ഇതാണ് സാധനം. നമുക്ക് മഴന്നൊക്കെ സുരക്ഷിതമായി രക്ഷപ്പെടാം. വെള്ളച്ചോട്ടെ, ഇതെല്ലാവർക്കും പാകാവും. മാവേലിന്റെ പഴയ ആൾക്കാര് ഈ കൊട നമ്മൾ സാധാ കൊടന്റെ പകരം ഇത് ഉപയോഗിച്ചതാണ് പഴയ ആൾക്കാർ ഓല വെച്ച് ഉണ്ടാക്കിയത്. ഇങ്ങനത്തേത് ഇനി ഇല്ലേ? ഇനി എന്തോന്ന് കിട്ടി? ഇത് നോക്ക് ഐസ്ക്രീം. ഉപ്പ് കൂടെ ഇടണം. ഇത് നോക്ക് ഗൈസ്, അടിപൊളി കൊട്ട കണ്ടോ? ഇഷ്ടായി. ഉമ്മായിട്ട് തൊപ്പി ഉരില്ലെങ്കിൽ ശരിയാവില്ല. ഇങ്ങോട്ട് വെക്കാം. നോക്ക് ഗൈസ്, നമുക്ക് പച്ചക്കറിയൊക്കെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. പക്ഷേ ഇപ്പോൾ ഇത് ന്യൂ ജനറേഷൻ ഒന്നുമില്ല, അതിപ്പോൾ ഓൾഡ് സാധനമാണ്. ഇപ്പോൾ പണ്ടത്തെ വേറെ ട്രെൻഡിങ് ആയ സാധനങ്ങളൊക്കെ ഇതൊക്കെ. ഇതെന്താണ് വിചാരിച്ചാൽ നമ്മൾ മീൻ പിടിച്ചതാണോ? പിന്നെ ഇവിടെ വീശിപ്പാളുണ്ട്. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഗൈസ്, ഞങ്ങൾ എൽജിൻ ജ്യൂസിന്റെ കടയ്ക്ക് വന്നു കേട്ടോ. ഇവിടെയൊക്കെ പച്ച കളർ, അതേപോലെ ഇത് ഞങ്ങൾ കുടിക്കുക. എനിക്ക് എത്തുന്നില്ല, ഇവിടെ അടിയിലാണ് ഞാൻ നിൽക്കണോള്, പിന്നെ ഉയരത്താണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിലാണ്. കളിയാട്ടമ്മക്കൊക്കെ പോണ വഴിക്കൂടെ കാണും കേട്ടോ നിങ്ങൾക്ക്. എൻ്റെ പേര് കൂട്ടുകാരെ, കളിയാട്ടത്തിന് 2 ദിവസം മുമ്പുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്.
വെള്ളിയാഴ്ച നല്ല തിരക്കേക്കാരം ഇവിടെയൊക്കെ തിമിർക്കോല്. അപ്പം അത്ര വീഡിയോ എടുക്കാൻ ഇതേപോലെ കഴിയൂല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയൂല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇട്ടത്. ഇനി വെള്ളിയാഴ്ച ഞങ്ങൾ വേറെ കഴിയുന്ന രീതിക്ക് എടുക്കും കേട്ടോ. ഞങ്ങളിപ്പോൾ അവിടുന്ന് കുറച്ച് നടന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ പുഴ കണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പൂതിയപ്പോൾ ചെറുതൊന്നല്ല കേട്ടോ, വലുതൊക്കെ തന്നെയാണ്. ഇവിടെ നല്ല ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ അവിടെയൊക്കെ നമുക്ക് നിലത്ത് ചവിട്ടാൻ പറ്റും. ഇവിടെയൊക്കെ നല്ല ആഴമുള്ളതാണ്. അപ്പുറത്ത് ചിലവർ കുളിക്കുന്നുണ്ട് ആ രീതിക്ക്. അതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വെള്ളം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒഴുക്കുണ്ട് അവിടുന്ന് ഇങ്ങോട്ട്. നമ്മളെ ആ കുറ്റിക്കാട്ടത്തെ പോലെയല്ല ഇവിടെ. ഇവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ നല്ല ആയം ഉണ്ടെന്നാണ് തോന്നുന്നത്. വീണ ചത്തോക്കാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കലാട്ടക്കാരും അപ്പോൾ ഗൈസ് എല്ലാവരും ഇങ്ങോട്ടൊന്ന് വരണം. നല്ല സ്ഥലമാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങൾ ഇന്ന് മാത്രമാണ് ഓഫർ. മറ്റന്നാൾ ഒരു തിരക്കി വരും. അപ്പോൾ സാധനങ്ങളൊക്കെ കാലിയാവും. ഓഫർ നല്ല കേട്ടോ, ആൾക്കാർ ഫുള്ള് ഉണ്ടാവും. ഞങ്ങളിങ്ങനെ തള്ളിയൊക്കെ ഇടും. അപ്പം ഞങ്ങൾ മിൻഹാഷില്ല. ഞങ്ങൾ അടുത്ത പുതിയ വീഡിയോ വരുന്നവരെ ബൈ.